നമസ്കാരം. റിയൽ എസ്റ്റേറ്റ് ഭീമൻ സി.ജെ. റോയിയുടെ മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണം പുതിയ വഴിത്തിരിവിലും എത്തി നിൽക്കുകയാണ്. റോയിയുടെ വിശ്വസ്തരായ ബിസിനസ് പങ്കാളികളിലേക്കും വൻകിട ഭൂമി ഇടപാടുകാരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു. മരണത്തിന് പിന്നിലെ ദുരൂഹത നിൽക്കുവാൻ റോയിയുടെ ഭാര്യ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. വിദേശത്തും സ്വദേശത്തുമുള്ള കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്തുവാൻ ബാങ്ക് അക്കൗണ്ടുകൾ SIT പരിശോധിക്കും. അതേസമയം പല പത്രക്കാരും ചാനലുകാരും യൂട്യൂബേഴ്സും ഒക്കെ പറഞ്ഞതൊന്നുമല്ല, ആരും പ്രതീക്ഷിക്കാത്ത ഒരു നിഗൂഢത ഇതിനകത്തുണ്ടെന്ന് പ്രതികരിക്കുകയാണ് റിട്ടയർഡ് SP ജോർജ് ജോസഫ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ധാരാളം പ്രതിസന്ധികളെ നേരിട്ട് പല തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തിയിട്ടുള്ള ആരോപണം നിലനിൽക്കുന്ന ആ വ്യക്തി ഏകദേശം 9,000 കോടിയുടെ സ്വത്തുക്കൾ സമ്പാദിച്ചു എന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. പക്ഷേ ആ സ്വത്തുക്കൾ പലരെയാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് കുറച്ച് പണം മുടക്കിയിട്ടുണ്ടാകും. അങ്ങനെ അതിൻ്റെ വില മതിക്കുമ്പോൾ, വില കൂട്ടുമ്പോഴാണ് ഈ 9,000 കോടി എന്നൊക്കെ പറയുന്നതെന്ന് തനിക്ക് തോന്നും. അദ്ദേഹത്തിന്റെ വളർച്ച അത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് അമാനുഷികമായ ഒരു വളർച്ചയാണ്. അങ്ങനെയുള്ള ഒരു വളർച്ചയ്ക്ക് പണം വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കൂടെ കടന്നു പോകുന്നു. ഒരു ധാരാളിയുടെ സ്വഭാവത്തിൽ ധാരാളം പണങ്ങൾ അദ്ദേഹം വലിച്ചെറിയുന്നത് നമുക്ക് കാണാം. അത് ചാനലിൽ കൂടെയും യൂട്യൂബിൽ കൂടെയും അതുപോലെ യാത്രയിലും സിനിമാക്കാരുമായിട്ടുള്ള സമ്പർക്കത്തിലും സിനിമാ പ്രൊഡക്ഷനുമൊക്കെ, അതുമാത്രമല്ല കാറിൻ്റെയും ഒക്കെ കാര്യത്തിൽ കാറിൻ്റെ ഒരു കമ്പമൊക്കെ വന്നിട്ട് അതിന് വാങ്ങിച്ചു കൂട്ടുന്ന കാറുകളും അതിൽ മുടക്കുന്ന പണങ്ങളും അതൊക്കെ ആരുടെ പണമാണ്? പക്ഷെ ഒരു വിധപ്പെട്ട തട്ടിപ്പുകൾ പണം കൊടുക്കുവാനുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിനകത്ത് അദ്ദേഹം പേടിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഡോക്ടർ C.J. റോയി ആ കാര്യത്തിലൊന്നും ഒരു ഭയമുള്ള ആളാണ്. അല്ലെങ്കിൽ പണം എത്രമാത്രം വന്നു കൂടിയാലും എത്രമാത്രം കടം കയറിയാലും ഭയപ്പെടുന്ന വ്യക്തിയല്ല. പക്ഷെ എല്ലാ മനുഷ്യരോടും ഇടപെട്ട എല്ലാവരോടും സമഭാവത്തിലും സ്നേഹത്തിലും അവരുടെ ദുഃഖത്തിലും ഒക്കെ പങ്കുചേർന്നവർക്ക് പണം വാരി എറിഞ്ഞതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ മരണസമയത്ത് അവിടെ ഇത്രയും ആൾക്കാരുമായിട്ട് ബന്ധവും സമൂഹത്തിലെ എല്ലാ VIP-കളുമായിട്ടുള്ള ബന്ധങ്ങളുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ അവർക്കൊക്കെ ഫണ്ട് കൊടുത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ മരണത്തിൽ സാധാരണക്കാരും അദ്ദേഹത്തിന്റെ സ്റ്റാഫും ഒക്കെ വന്നെങ്കിലും സിനിമാ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂർ മാത്രമാണ് അവിടെ കണ്ടത്. അപ്പോൾ ബാക്കിയുള്ള പലരും അപ്രസക്തമായ ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ പണം ഒന്നുമില്ലാതെ വന്ന പലർക്കും അദ്ദേഹത്തിന്റെ പണം ലഭിച്ചവരും അവിടെ വന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഇടപെട്ട, അദ്ദേഹവുമായി ബന്ധപ്പെട്ട സിനിമാ താരങ്ങളോ പ്രൊഡക്ഷന്മാരോ അതുപോലെ വ്യവസായികളോ അവിടെ വന്നതായിട്ട് ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിന്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും അവിടുത്തെ ജീവനക്കാരും ജീവനക്കാരുടെ ബന്ധുക്കളും അങ്ങനെയൊക്കെയുള്ള ധാരാളം ആൾക്കാരും എല്ലാവർക്കും അദ്ദേഹം ഗുണം ചെയ്തിട്ടുണ്ട്. അതിന് സംശയമില്ല. അദ്ദേഹത്തിന് സിനിമാ കമ്പവും ഈ കാറുകളുമുള്ള കമ്പവും ഒക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അദ്ദേഹം കടന്നിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹം കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും വളരെ ദുരൂഹമാണ് പണം വരുന്ന മാർഗം. ചുരുക്കത്തിൽ അതാണ് ഞാൻ ഇതിനകത്ത് കാണുന്നതും. എൻ്റെ കണക്കുകൂട്ടൽ ഡിപ്ലോമാറ്റ് പദവി ഹോൾഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഒത്തിരി മെച്ചമുണ്ട്. അപ്പോൾ ഡിപ്ലോമാറ്റിക് ആയ ഒരു പൊസിഷനുള്ള വ്യക്തിക്ക് ചില കാര്യങ്ങൾ പ്രൊട്ടക്ഷൻ എല്ലാ രാജ്യങ്ങളും കൊടുക്കും. അതാണ് റോയി ഇതിനകത്ത് ചെയ്തു കൊണ്ടുവന്നത്. കാരണം ഒരു PhD ഉണ്ട്, അദ്ദേഹത്തിന് MBA ഡിഗ്രി ഉണ്ടെന്നും പറയുന്നു. പിന്നെ അദ്ദേഹം കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള BTech-കാരനോ MTech-കാരനോ ഡിഗ്രിയൊക്കെ കണ്ടേക്കാം. പക്ഷേ ഒരു ഡിപ്ലോമാറ്റിന്റെ പ്രൊട്ടക്ഷൻ എന്താണ്? അപ്പോൾ നമ്മൾ യൂറോപ്പിനൊക്കെ കള്ളപ്പണം വരുന്നതിനും അതിന്റെ പ്രൊട്ടക്ഷനും അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിൽ അഭയം തേടാമല്ലോ, ഇന്ത്യയിൽ മാത്രം ശ്രദ്ധിച്ചു നിൽക്കാമായിരുന്നല്ലോ. പക്ഷേ ഇന്ത്യയിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഭീഷണി വന്നതെന്ന് ഞാൻ കരുതുന്നത്. അതുകൊണ്ടാണ് വിദേശത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സംശയിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ചില ദുബായിലും മറ്റിടത്തും വളരെയധികം അദ്ദേഹത്തിന് ബാധ്യതകളുണ്ട്. മലയാള സിനിമയിലെ അറിയപ്പെടുന്ന എല്ലാ നടന്മാരും ചെറുതും വലുതും എല്ലാവരും ദുബായി സെൻട്രലൈസ് ചെയ്തു പോകുന്നതിന്റെ രഹസ്യം എന്താണ്? ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും ഇടതായാലും ശരി വലതായാലും ശരി, BJP ആയാലും ആരായാലും ശരി, കോൺഗ്രസ് ആയാലും ചെറിയ നേതാക്കളായാലും വലിയ നേതാക്കളായാലും കൂടെ കൂടെ ദുബായിക്ക് പോകും. അതെന്തിനാണ്? ഇവിടെ രാഷ്ട്രീയക്കാർ ഡൽഹിക്കാണ് എല്ലാവരും പോകുന്നത്. പക്ഷെ ഇവിടെയുള്ള ചെറുതും വലുതുമായ നേതാക്കൾ അവരുടെ ജീവിതത്തിലെ എല്ലാവരും ഫ്ലൈറ്റ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കാണുന്നത്. ചെറിയ നേതാക്കളും വലിയ ഏത് രാഷ്ട്രീയ പാർട്ടികളും ദുബായിലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഗൾഫ് കൺട്രികളിലേക്ക് UAE-യിലേക്കാണ് എല്ലാവരും പോകുന്നത്. അവിടെ എന്താണ്? അവിടെ അധ്വാനിക്കാതെ പണം ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതി വെച്ചിട്ടുള്ളത്. അല്ലാതെ അവിടെ ചെന്ന് പണം വാരിക്കൊണ്ടുവരുവാൻ ആർക്കും കഴിയില്ല. പിന്നെ എന്തിനു പോകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ആ വിഷയം.
സിനിമാ നിർമ്മാതാക്കന്മാരും അതുപോലെ നടന്മാരും നടികളും സ്ഥിരമായി ദുബായിലാണ്. മലയാളത്തിൽ എല്ലാ സിനിമാ നടന്മാരും നടികളും പ്രൊഡ്യൂസർമാരും എല്ലാവരും ദുബായിൽ ഇരുന്നാണ് ഈ മലയാളത്തിൽ സിനിമയൊക്കെ എടുക്കുന്നവർ. എന്തിനാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്? അതിന്റെ ഫണ്ട് വരുന്നത് ഒരു ഷേഡി ഏരിയയിൽ നിൽക്കുന്നത് തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. IT ഉദ്യോഗസ്ഥരുടെ ചോദ്യങ്ങൾക്കപ്പുറം റോയിയെ ആത്മസംഘർഷത്തിലേക്ക് നയിച്ചത് തന്നെ വിശ്വസിച്ചുകൂടെ നിന്നവരോട് എന്ത് മറുപടി പറയണം എന്ന ഒരു ഭയമായിരിക്കുമോ, അതാകുമോ ഇത്തരമൊരു കടും കൈ തിരഞ്ഞെടുക്കാൻ റോയിയെ പ്രേരിപ്പിച്ചതെന്ന സംശയങ്ങളെപ്പോലും ജോർജ് ജോസഫ് തള്ളിക്കളയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരെ അദ്ദേഹത്തിനെ വിശ്വസിച്ചു തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം വരെ നിന്നിരുന്നത്. അവർക്കൊക്കെ അതിന് റിവാർഡ്സ് കൊടുക്കുന്നുണ്ട്, നല്ല സാമ്പത്തികം കൊടുക്കുന്നുണ്ട്. അതിനൊന്നും മടിയില്ലാത്ത ഒരു വ്യക്തിയാണ് റോയി. അതേസമയത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ക്രമമില്ലാതെ പണം എങ്ങനെ വരുന്നത്, എങ്ങനെ അത് നമ്മൾ നിരോധിച്ച സംഘടനകളിൽ നിന്നും പൈസ വരുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ വരുന്ന പല രീതിയിലുള്ള ചർച്ചയിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ ഈ ത്രെട്ട് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതാണ് ആ ത്രെട്ട് അതിജീവിക്കാൻ കഴിയില്ല. ആ ത്രെട്ട് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ആ ത്രെട്ടിന്റെ കാരണം എന്താണെന്ന് ഇദ്ദേഹം പറയേണ്ടി വരും. കാരണം എവിടെയോ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഏതോ ഒരു സ്ഥലത്ത് പതുക്കെ അറിഞ്ഞോ അറിയാതെയോ ഇൻകം ടാക്സുകാർ ടച്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം കർണാടക ഹൈക്കോടതിയിലെ ഡിസംബർ മാസം ആദ്യം ഈ ഇൻകം ടാക്സ് റെയ്ഡിനെതിരെയും അവരുടെ അന്വേഷണത്തിലെ ഒരു സ്റ്റേ വാങ്ങിച്ചിട്ട് അത് അദ്ദേഹം ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിൽ അദ്ദേഹം അത് വിഡ്രോ ചെയ്തു. അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടുന്നതാണ് അത്. ഇൻകം ടാക്സ് റെയ്ഡിന് വന്നവരോട് നടത്തിക്കൊള്ളൂ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാകണം അദ്ദേഹം വശംവദനായത്. പക്ഷേ അതിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറം ഒരു കാര്യമുണ്ട്. അതാണ് അദ്ദേഹം ജീവൻ വെടിയുവാൻ കാരണമായത്. അത് ഭീതിപ്പെടുത്തുന്നതാണ്, അദ്ദേഹത്തിനെ ഭയപ്പെടുത്തുന്നതാണ്. പല വൻമരങ്ങളും, ഇന്ത്യയിലെ പല രാഷ്ട്രീയ വൻമരങ്ങളും, കള്ളക്കടത്ത് മേഖലയുള്ള വൻമരങ്ങൾ അല്ലെങ്കിൽ വൻ വ്യവസായികളും അവിടെ മറിഞ്ഞു വീഴും, കടപുഴകി വീഴും എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ പറയുന്നത്. കടപുഴകി വീഴും, അത് താങ്ങാൻ പറ്റില്ല. അത് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം ഭൂമിയിൽ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അത് സ്വയം താനെ ആ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അവരുടെ എല്ലാം സംരക്ഷണം ആവശ്യമാണ്. കടം വരുത്തി വെച്ചിരിക്കുന്നതെല്ലാം ആർക്കും ഉപദ്രവമില്ലാതെ അതെല്ലാം സെറ്റിൽ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള പ്രോപ്പർട്ടികൾ എല്ലാം ഇന്ത്യയിലെ പല ഭാഗത്തും ഉണ്ടോ ഇല്ലേ എന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും ഇതൊരു റിസീവറിലേക്ക് പോകും. ഇതാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ സ്വത്തുക്കൾ റിസീവറിലേക്ക് പോകും. ഏതെങ്കിലും സ്വത്തുക്കൾ അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടോ, ലാൻഡ് ആയിട്ടോ ബിൽഡിംഗ് ആയിട്ടോ അതോ അതിനകത്ത് പലരും ഷെയർ ആണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും വലിയ വ്യവസായ അല്ലെങ്കിൽ സാമ്പത്തിക തകർച്ച അദ്ദേഹത്തിന് ഉണ്ടായി. അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അത് പിടിച്ചു നിൽക്കാനായിട്ട് ആ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കയറാൻ വേണ്ടി ഏതെങ്കിലും ഒരു കുൽസിത പ്രവൃത്തി അദ്ദേഹം ചെയ്തുവെന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതിലേക്ക് അന്വേഷണം വരികയോ അതിലേക്കുള്ള ചോദ്യം വരികയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തോട് വിട പറഞ്ഞത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ഒരിക്കലും ഒരു ലക്ഷറിക്കാരൻ, ഇതുപോലെ പണമുള്ള അല്ലെങ്കിൽ പണത്തിന്റെ പുറത്ത് കിടന്നുറങ്ങുന്ന ഒരു വ്യക്തി എന്തിനാണ് പിന്നെ ഈ ഒരു കൃത്യം ചെയ്തതെന്നാണ് ന്യായമായ സംശയം.